കേട്ടുകൊണ്ട് പഠിക്കൂ. PSC പരീക്ഷാ തയ്യാറെടുപ്പ് ഇനി മനോരമ ഹൊറൈസണൊപ്പം. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന +2 ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പൊതുവിജ്ഞാന ചോദ്യോത്തരങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചോദ്യം: കോശത്തിലെ മാംസ്യ നിർമ്മാണ കേന്ദ്രം എന്നറിയപ്പെടുന്നത്? ഉത്തരം: റൈബോസോം. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം ഏതാണ്? ഉത്തരം: മാട്ടുപ്പെട്ടി. ചോദ്യം: ആകാശത്തിൻ്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ? ഉത്തരം: ലോർഡ് റെയ്ലി. ചോദ്യം: 1945 കോഴിക്കോട് കൊടിയത്തൂർ പ്രസംഗം നടത്തിയ വ്യക്തി? ഉത്തരം: മുഹമ്മദ് അബ്ദുറഹിമാൻ. ചോദ്യം: നൈട്രിക് ആസിഡ് നിർമ്മിക്കുന്ന പ്രക്രിയ? ഉത്തരം: ഓസ്വാൾഡ് പ്രക്രിയ. ചോദ്യം: ബ്രഹ്മപുരം ഡീസൽ താപവൈദ്യുത നിലയം ഏത് ജില്ലയിലാണ്? ഉത്തരം: എറണാകുളം. ചോദ്യം: ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത്? ഉത്തരം: അഗുംബെ, കർണാടകയിൽ. ചോദ്യം: ഇൻഡിപെൻഡന്റ് ലേബർ പാർട്ടി സ്ഥാപിച്ചത് ആര്? ഉത്തരം: ഡോക്ടർ BR അംബേദ്കർ. ചോദ്യം: ജീവകം A ഏറ്റവും കൂടുതൽ സംഭരിക്കപ്പെടുന്ന അവയവം? ഉത്തരം: കരൾ. ചോദ്യം: നെഗറ്റീവ് ടെമ്പറേച്ചർ കാണിക്കാത്ത സ്കെയിൽ? ഉത്തരം: കെൽവിൻ സ്കെയിൽ. ചോദ്യം: കേരളത്തിലെ ഏക കൺട്രോൺമെന്റ് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഉത്തരം: കണ്ണൂർ. ചോദ്യം: കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം: ചാലിയാർ. ചോദ്യം: ഡ്രോണുകൾ ഉപയോഗിച്ച് വൈദ്യുതി അപകടരഹിത കേരളം ലക്ഷ്യമിടുന്ന പദ്ധതി? ഉത്തരം: ഇ-സേഫ്. ചോദ്യം: വരാനിരിക്കുന്ന തലമുറകൾക്കുള്ള ഉദാത്ത മാതൃക എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് ആരാണ്? ഉത്തരം: ആൽബർട്ട് ഐൻസ്റ്റീൻ. ചോദ്യം: ഏത് ലോഹത്തിൻ്റെ അയിരാണ് ക്രയോലൈറ്റ്? ഉത്തരം: അലുമിനിയം. ചോദ്യം: ചരിത്രപ്രസിദ്ധമായ ബക്സർ നഗരം ഏത് നദിയുടെ തീരത്താണ്? ഉത്തരം: ഗംഗ. ചോദ്യം: തപസ്വിനി എന്നറിയപ്പെടുന്ന സംഗീതജ്ഞൻ? ഉത്തരം: MS സുബ്ബലക്ഷ്മി. ചോദ്യം: മനുഷ്യന്റെ ആമാശയത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്? ഉത്തരം: ഹൈഡ്രോക്ലോറിക് ആസിഡ്. ചോദ്യം: ഉസ്താദ് അംജദ് അലി ഖാൻ ഏത് സംഗീതോപകരണവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഉത്തരം: സരോദ്. ചോദ്യം: ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയ സംസ്ഥാനം? ഉത്തരം: കേരളം. ചോദ്യം: നവജാത ശിശുക്കളിലെ അസ്ഥികളുടെ എണ്ണം? ഉത്തരം: 300. ചോദ്യം: ആരുടെ കൃതിയാണ് വേദാധികാര നിരൂപണം? ഉത്തരം: ചട്ടമ്പി സ്വാമികൾ. ചോദ്യം: ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി? ഉത്തരം: ടൈലിൻ. ചോദ്യം: പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം: ആനമുടി. ചോദ്യം: ആദ്യമായി കണ്ടെത്തിയ ക്ഷുദ്രഗ്രഹം?
ഉത്തരം സിറസ്. ചോദ്യം, ഹിന്ദി ഔദ്യോഗിക ഭാഷയായി അംഗീകരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരം ബീഹാർ. ചോദ്യം, ലോകത്തിൻ്റെ യോഗ തലസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഋഷികേശ്. ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? ഉത്തരം കുമ്പളങ്ങി. ചോദ്യം, സൂര്യപ്രകാശത്തിന്റെ ചൂടിന് കാരണമായ തരംഗം ഏതാണ്? ഉത്തരം ഇൻഫ്രാറെഡ്. ചോദ്യം, മലമ്പുഴ ഏത് നദിയുടെ പോഷക നദിയാണ്? ഉത്തരം കൽപ്പാത്തിപ്പുഴ. ചോദ്യം, മൂലകത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നറിയപ്പെടുന്നത്? ഉത്തരം പ്രോട്ടോൺ. ചോദ്യം, ഒരു രാജ്യസ്നേഹി എന്ന പേരിൽ ലേഖനങ്ങൾ എഴുതിയ വ്യക്തി ആരാണ്? ഉത്തരം ബാരിസ്റ്റർ GP പിള്ള. ചോദ്യം, ഏറ്റവും കുറവ് ദിനരാത്രങ്ങൾ അനുഭവപ്പെടുന്ന ഗ്രഹം? ഉത്തരം വ്യാഴം. ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്രയായ അശോക സ്തംഭം കണ്ടെടുത്ത സാരാനാഥ് ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ഉത്തർപ്രദേശ്. ചോദ്യം, സ്വദേശാഭിമാനി പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം? ഉത്തരം 1905. ചോദ്യം, JC ഡാനിയലിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട മലയാള സിനിമ? ഉത്തരം സെല്ലുലോയിഡ്. ചോദ്യം, കഴിഞ്ഞ കാലം എന്ന ആത്മകഥ ആരുടേതാണ്? ഉത്തരം KP കേശവമേനോൻ. ചോദ്യം, ആരവല്ലി പർവ്വത നിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി? ഉത്തരം മൗണ്ട് ഗുരുശിഖർ. ചോദ്യം, ഇന്ത്യയുടെ വിദ്യാഭ്യാസ പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി? ഉത്തരം 11ാം പഞ്ചവത്സര പദ്ധതി. ചോദ്യം, ഏറ്റവും മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന ബഹുമതി ഏതാണ്? ഉത്തരം കർഷകോത്തമ പുരസ്കാരം. ചോദ്യം, അംബേദ്കറിന്റെ രാഷ്ട്രീയ ഗുരു? ഉത്തരം ജ്യോതിറാവു ഫുലെ. ചോദ്യം, മുതിർന്നവരിൽ തൈറോക്സിന്റെ തുടർച്ചയായ കുറവ് കാരണമുണ്ടാകുന്ന അവസ്ഥ? ഉത്തരം മിക്സഡിമ. ചോദ്യം, ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകൾ അറിയപ്പെടുന്നത്? ഉത്തരം അക്ഷാംശ രേഖകൾ. ചോദ്യം, ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ്? ഉത്തരം ബിപിൻ ചന്ദ്രപാൽ. ചോദ്യം, കുറവൻ കുറത്തി മലകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വൈദ്യുത പദ്ധതി? ഉത്തരം ഇടുക്കി പദ്ധതി. ചോദ്യം, ദേശീയ പ്രതിജ്ഞ ഇന്ത്യയിലെ എല്ലാ വിദ്യാലയങ്ങളിലും ചൊല്ലി തുടങ്ങിയത്? ഉത്തരം 1965 ജനുവരി 26. ചോദ്യം, കുമാരനാശാന്റെ നളിനി എന്ന കൃതിക്ക് അവതാരിക എഴുതിയത്? ഉത്തരം AR രാജരാജവർമ്മ. ചോദ്യം, തീരപ്രദേശത്തു നിന്നും 50 മീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുടെ പുനരധിവാസം ലക്ഷ്യമിട്ട് കേരള സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി? ഉത്തരം പുനർഗേഹം. ചോദ്യം, ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി വനിത? ഉത്തരം അൽഫോൻസാമ്മ. ചോദ്യം,
വധിക്കപ്പെട്ട ഏക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി? ഉത്തരം സ്പെൻസർ പെർസിവൽ. ചോദ്യം: മഹർഷി എന്നറിയപ്പെട്ടിരുന്ന ഭാരതരത്ന ജേതാവ്? ഉത്തരം ധോണ്ടോ കേശവ കാർവെ. ചോദ്യം: രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത? ഉത്തരം KM ബീന മോൾ. ചോദ്യം: ദേശീയ പതാകയിൽ ഭൂപടം ആലേഖനം ചെയ്തിട്ടുള്ള രാജ്യം? ഉത്തരം സൈപ്രസ്. ചോദ്യം: ലോകത്തിൽ ആയുർദൈർഘ്യം ഏറ്റവും കൂടിയ രാജ്യം? ഉത്തരം ജപ്പാൻ. ചോദ്യം: ചങ്ങമ്പുഴ എഴുതിയ ഒരേ ഒരു നോവൽ? ഉത്തരം കളിത്തോഴി. Okay, let's conclude the session. Stay tuned Manorama Horizon for more.